ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ സ്പൈ ക്യാം പരിപാടികളൊക്കെ തീർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈ ക്യാമറ ഒളിക്യാമറ വഴക്കുകളൊക്കെ തീർന്നിട്ട് ഇപ്പം മൊത്തം ഫുഡ് വഴക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേക്കാണ് ബിഗ് ബോസ് വീട്ടിലെ ഓരോ മത്സരാർത്ഥികളും. എന്താണെന്നറിയത്തില്ല, സത്യം പറഞ്ഞാൽ എന്തു വാടേ ഇതൊക്കെ. ഫുഡിന് വേണ്ടിയിട്ട് അടിയോടടി. ഈ ആഴ്ച ഫുൾ ഇതായിരുന്നു അല്ലേ. ഇന്ന് ഷാനവാസും അനുമോളും തമ്മിലുള്ള ഒരു ഫൈറ്റ്, ഫുഡിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ഹൽവയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റാണ്. കാരണം 60 ദിവസം ഹലുവ തിന്നാതിരിക്കുന്ന ആൾക്കാരെ ഒരു അവസ്ഥയാണ്, ഒരു രോദനമാണ് ഇന്ന് നമ്മൾ കണ്ടത് അല്ലേ. ഞാനൊക്കെ നാട്ടിൽ നിന്നിട്ട് തന്നെ ഇപ്പം ഹലുവ തിന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനടുത്തായി, എന്നിട്ട് പോലും എനിക്ക് കൊതിയേ ഇല്ല. ആ സാധനത്തിൻ്റെ പേര് പറഞ്ഞാൽ പോലും എനിക്ക് കൊതിയില്ല. അപ്പോൾ ഇവരൊക്കെ കാണിക്കുന്ന വെറും നാടകമല്ലേ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് അല്ലേ. നമുക്ക് ഒരുപാട് ഫുഡുകളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഫുഡുകൾ, ഒരുപാട് ഫുഡുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷേ താല്പര്യമില്ല. വീട്ടിൽ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പോകുന്ന ഒരു മൈൻഡാണ് എനിക്ക്. അപ്പം ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടോടെ ഇവർക്കൊക്കെ. ഒരു അൽവയുടെ പേരും പറഞ്ഞ് അനുമോള് പോട്ടെ, ഷാനവാസിന് എത്ര വയസ്സുണ്ടോടെ. എന്തു ആളിയാ ഷാനവാസേ. സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടോ അൽവയ്ക്ക് വേണ്ടിയിട്ട് അടി കൂടുന്നത്. എനിക്ക് തോന്നുന്നു ഷാനവാസിന്റെ, എനിക്ക് തോന്നുന്നു ഇല്ല, കുഞ്ഞു പിള്ളേരെ മനസ്സും വലിയ ആക്കള ശരീരം എന്ന് പറഞ്ഞ പോലെ. ഇവിടെ രണ്ടുപേരെയും ഞാൻ ന്യായീകരിക്കത്തില്ല, രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട്. കഴിഞ്ഞ ദിവസം ഷാനവാസ് മട്ടൻ കാലും എടുത്തുകൊണ്ട് ഓടിയല്ലോ. അപ്പം ആ ഭാഗം വെച്ച് നോക്കുവാണെങ്കിൽ ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇത് രണ്ട് തരത്തിലാണ് ഈ ഒരു തെറ്റുകൾ പോകുന്നത്. കാരണം ഇതിനെ രണ്ടിനെയും കൂട്ടിമുട്ടിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഇന്ന് കള്ളത്തരം പറഞ്ഞാണ് ഹൽവ മേടിച്ചത്. 18 പീസാക്കി ബെന്നി അവിടെ ഓരോ ആൾക്കാർക്കും ഓരോന്ന് വെച്ച് ഭാഗിച്ചു കൊടുത്തു. അപ്പം ഇവിടെ ഒന്ന് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഒരെണ്ണം കൂടെ ചോദിച്ച് മേടിച്ചാണ് അനുമോൾ. അപ്പോൾ അവിടെ കള്ളം പറഞ്ഞ് മേടിച്ചൊരു ഹൽവയാണ് അനുമോൾ അവിടെ തിന്നില്ല, തിന്നാൻ ഉദ്ദേശിച്ചല്ലോ, തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ കള്ളം പറഞ്ഞ് മേടിച്ചത്. അപ്പോൾ ഇവിടെ അനുമോളെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം മട്ടൻ ബിരിയാണിയുടെ പേരിൽ അടിയുണ്ടാക്കിയ ഷാനവാസിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അനുമോൾ ഇവിടെ കള്ളത്തരം കാണിച്ചു, ഷാനവാസ് അവിടെ ഓവർ സ്മാർട്ട് കാണിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ച് കൊടുക്കേണ്ട ഫുഡ് ഒരാൾ മാത്രം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതുപോലെ ആര്യനും ഷാനവാസും അതെടുത്തുകൊണ്ട് പോയി കുറേ പീസ് എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും ഷാനവാസ് അത് കഴിച്ചോ? ഇല്ല, അത് വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇവിടെ രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട്. ഈ ഒരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസിന്റെ ആർമി ഫാൻസുകാർ ഷാനവാസിനെ ന്യായീകരിക്കുന്നുണ്ട്, അനുമോളെ ഇഷ്ടപ്പെടുന്ന അനുമോളെ ഫാൻസുകാർ അനുമോളെ ന്യായീകരിക്കുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ടേ, രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട്. ഇത് രണ്ടുപേരെ എങ്ങനെ ന്യായീകരിക്കും? ഷാനവാസിന്റെ കേസും അനുമോളെ കേസും എങ്ങനെ ഇത് താരതമ്യം പെടുത്തും? രണ്ട് രീതിയിലുള്ള തെറ്റുകളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ന്യായീകരിക്കാൻ പറ്റത്തില്ല, രണ്ടുപേരെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ വഴക്ക് കൂടിക്കുമോ? അവിടെ വന്ന ഫാമിലിയൊക്കെ പോയിട്ട് പോരയുടെ ഈ വഴക്കുകളൊക്കെ അവരെ മുമ്പിൽ വെച്ച് തന്നെയല്ല കൊച്ചു പിള്ളേരെ പോലെ എനിക്ക് അലിവ് കിട്ടിയില്ല, എനിക്ക് ഒരു പീസും കൂടെ കൂടുതൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാടെ നാണം ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സീസണിലെ കണ്ടസ്റ്റൻസിനെയൊക്കെ ബിഗ് ബോസ് എവിടെ നിന്ന് തപ്പിപ്പിടിച്ചെടുത്തോണ്ട് വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഈ ഒരു ഗുണവും ഇല്ല, ഒരു കഴിവും ഇല്ലാത്ത കുറെ ആൾക്കാരെ സീസൺ 7 കൊണ്ടിട്ടേക്കുവാണ്. ഒരു കഴിവും ഇല്ല. ഈ കഴിവുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ബിഗ് ബോസ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇതിന്റെ കാസ്റ്റിംഗ് ചെയ്യുന്ന ഈ ആൾക്കാരൊക്കെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഞങ്ങളെയൊക്കെ കൊണ്ടിട്. നിങ്ങൾക്ക് എത്ര TRP വേണം, എത്ര റീച്ച് വേണം, ഞങ്ങൾ കയറ്റിത്തരാം. ഇതുപോലെ കഴിവില്ലാത്ത, ഒരു ഐക്യൂ ഇല്ലാത്ത കുറേ എണ്ണത്തിനെ കൊണ്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കുവാണ്, വീക്കിലി നല്ലൊരു എമൗണ്ട് അങ്ങോട്ട് കൊടുക്കുവാണ്. എന്തുവാടേ. സത്യം പറഞ്ഞാൽ ഈ സീസൺ 7 വോട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും പൈസ ഗോവിന്ദ കേട്ടോ. ഒരു കഴിവുമില്ലാത്ത കുറേ എണ്ണമാണ്. അപ്പം ഈ ഫുഡ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കിക്കോ, ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും ഫാമിലി വരാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്ന് ഒനിയൻ്റെ ഫാമിലി വന്നു, അതുപോലെ നെവിൻ്റെ ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ഫാമിലിയാണ്. നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ. നെവിൻ ചില്ലായിട്ട് നിൽക്കുന്നെങ്കിലും ആളൊരു ശുദ്ധനാണെന്ന് എനിക്ക് ഇന്നത്തെ ഒരു ലൈവ് കണ്ട് നെവിൻ്റെ ഫാമിലിയുടെ ഒരു ലൈവ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് തോന്നുന്നു അന്ന് ഷാനവാസിന്
തോന്നിയിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതൊന്ന് തോന്നുന്നത്. കാരണം ഷാനവാസിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ലടേ, കാരണം അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇവിടെ നെവിൻ ഇങ്ങനെ ഒരു ഓവറായിട്ട്, നെവിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ പുറത്ത് കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു. നെവിൻ്റെ ഈ റീസെൻ്റ് ആയിട്ട് അഭിഷേക് ഉണ്ടല്ലോ, മുമ്പത്തെ സീസണിനകത്ത് ബിഗ് ബോസിനകത്ത് പോയിട്ടുള്ള അഭിഷേക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നെവിൻ്റെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നെവിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, എല്ലാവരോടും പോയി ചില്ലായിട്ട് ഇടപഴകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നെവിൻ. ഇപ്പോൾ എനിക്ക് നെവിൻ്റെ ഒരു ക്യാരക്ടർ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ ഒരു ജെന്യൂൻ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് കട്ടെടുത്ത് തിന്നുന്ന പരിപാടി അവിടെ ഈ പറഞ്ഞ പോലെ നെവിൻ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ പ്രതികരിക്കാതിരിക്കുന്നത്. നമ്മളാരും ഇത് കാണുന്നില്ലെന്നേ ഉള്ളൂ. ലൈവിനകത്ത് എപ്പിസോഡിനകത്ത് ഇത് കാണുന്നില്ലെന്നേ ഉള്ളൂ. എപ്പിസോഡിനകത്ത് നെവിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നെവിൻ മാത്രം ഫുഡ് കട്ടെടുത്ത് തിന്നുന്ന ഒരാളായി നമ്മളെല്ലാവരും ചിത്രീകരിച്ച് വെച്ചേക്കുവാണ്. പക്ഷേ മറ്റുള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ കട്ടെടുത്ത് തിന്നുന്ന വ്യക്തി നെവിൻ തന്നെയാണ്. പക്ഷേ മറ്റുള്ള ആൾക്കാരും ഫുഡ് കട്ടെടുത്ത് തിന്നുന്നുണ്ട്. ഇന്നലെ തന്നെ സ്പൈക്കുട്ടൻ കയറി വന്നിട്ട് നൂറായും നെവിനും ചേർന്നിട്ട് ഫുഡ് മാറ്റിവെക്കുന്ന, അച്ചാറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെയൊക്കെ മാറ്റി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മിക്കുള്ള ആൾക്കാരും ഇതുണ്ട്, ഫുഡ് കട്ടെടുത്ത് തിന്നുന്നുണ്ട്. അതാണ് നെവിനെതിരെ പ്രതികരിക്കാതെ ആൾക്കാർ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നെവിൻ ഒറ്റയ്ക്ക് പോയി അതും ഇതൊക്കെ തിന്നുന്ന കാണുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ആൾക്കാർ പ്രതികരിക്കുമല്ലോ. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരെ അത് പരാതി പറയുമല്ലോ. എന്തുകൊണ്ട് അവർ പരാതി പറയുന്നില്ല? അപ്പം എല്ലാ ആൾക്കാരും തിന്നുന്നുണ്ട്. ഇവിടെ എനിക്കതല്ല ഒരു കോമഡി ആയിട്ട് തോന്നിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇന്നലെ ഷാനവാസും ബട്ടൺ പീസ് എടുത്തുകൊണ്ട് പോയി കഴിച്ച സമയത്ത് അനുമോള് അവിടെ പറയുന്നുണ്ടായിരുന്നു, അതേപോലെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇന്ന് ഹൽവ പ്രശ്നത്തിന് ഷാനവാസിന് കിട്ടിയത്. കറക്റ്റ് ഷാനവാസ് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഷാനവാസിൻ്റെ ഒരു ഗെയിമിലെ ബ്രില്യൻസ് ഉണ്ടല്ലോ, അത് പുള്ളി കാണിക്കേണ്ട സ്ഥലത്ത് പുള്ളി കാണിക്കുന്നുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള എല്ലാ കഴിവും ഷാനവാസിനുണ്ട്. ഇവിടെ അനുമോള് ചോദിക്കുന്നുണ്ട്, തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഈ അൽവയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ് മട്ടൻ പീസും ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് ഷാനവാസും ചോദിച്ചത്. സംഭവം എന്തായാലും ഷാനവാസിൻ്റെ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ, ഗെയിമിലെ ബ്രില്യൻസ്, ഇതുപോലെയാണ് നെവിനെയും വളച്ചെടുത്ത് കയ്യിലെടുത്തത്. അതൊരു ഗെയിമർക്ക് വേണ്ടുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ നന്മമരം കളിക്കാനല്ല പോയത്, ഗെയിം കളിക്കാനാണ് പോകുന്നത്. ഷാനവാസ് ഈ നെവിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നെവിനെ വളച്ചെടുത്ത് കയ്യിൽ വെച്ചൊരു സാധനമുണ്ട്. നെവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഇത് മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്നത്, ഇതൊരു എല്ലാവരും മിസ്യൂസ് ചെയ്ത്, നെവിൻ്റെ ഷാനവാസിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ, മിസ്യൂസ് ചെയ്തതാണ്. കാരണം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല, മറ്റുള്ള ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞ് ഇത്രയും ആക്കിയതാണെന്നൊക്കെ പറഞ്ഞ് നെവിനെ വളച്ചങ്ങോട്ട് കയ്യിലെടുത്ത്, അതാണ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ, അതാണ് ഗെയിമിൻ്റെ. എന്നിട്ട് അതേ മോർണിംഗിൽ തന്നെ നെവിൻ ചെന്ന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച്. അപ്പം ഹൗസിലുള്ള ആൾക്കാരെല്ലാം ഞെട്ടിപ്പോയി. അപ്പം ഇന്നലത്തെ മട്ടൻ കാലിനെ പറ്റിയിട്ടും ഷാനവാസ് ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അല്ല എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള കഴിവ് ഷാനവാസിനുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ലൈവ് കൊള്ളായിരുന്നു കേട്ടോ. രണ്ടുപേരെ ഭാഗവും എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല, രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട് ഈ ഒരു വിഷയത്തിനകത്ത്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ഫുഡ് അടിയെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ ഈ അടിയല്ല, മറ്റേ ഫൈറ്റ് ഉണ്ടല്ലോ, അപ്പം എന്തായാലും കൊള്ളാം കേട്ടോ. അപ്പം